Hi dear students, fund flow സ്റ്റേറ്റ്മെന്റിലുള്ള ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ആൻസർ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഏറെക്കുറെ നമ്മൾ ക്വസ്റ്റ്യൻ പല രീതിയിൽ തന്നാലും അതെല്ലാം ആൻസർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന തരത്തിലാണ് ഈ വീഡിയോയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഫർദർ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും എക്സ്ട്രാ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ പറയാണ്. ഒരു 2 പീരീഡിലുള്ള ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് തരുന്നത്. അതിന്റെ കൂടെ ആ ബാലൻസ് ഷീറ്റിലുള്ള 2 വർഷത്തെ ഫിഗേഴ്സ്, അതിലുള്ള ചേഞ്ചസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3-4 അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് തരും. അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ ആദ്യം തന്നെ നോക്കി തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലുള്ള ഏതൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇവിടെ നമുക്ക് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ, അതേപോലെ പ്രൊവിഷൻ ക്രിയേറ്റഡ് ഫോർ ഡിവിഡൻഡ്, അതേപോലെ ഇൻട്രസ്റ്റ് റെസീവ്ഡ്, ഇങ്ങനെ 3 അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഐറ്റംസിനെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ ആദ്യം ലാബിലിറ്റി സൈഡിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ 3 സ്റ്റെപ്പുകളായിട്ടാണ് ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ചെയ്യുന്നത്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ചെയ്യുമ്പോൾ അതില് കറന്റ് അസറ്റ്സും കറന്റ് ലാബിലിറ്റീസും ആണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പ്രസന്റ് ചെയ്യുക. അതെങ്ങനെയാണ് പ്രസന്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് പറയാം. ഈ ചോദ്യത്തില് ബാലൻസ് ഷീറ്റില് കറന്റ് അസറ്റ്സ് 4 എണ്ണം ഉണ്ട്. ഡെപ്റ്റേഴ്സ്, ബിൽസ് റെസീവബിൾ, സ്റ്റോക്ക്, ക്യാഷ്, 4 ഐറ്റംസ് ഉണ്ട്. ചിലത് ഇൻക്രീസ് ഉണ്ട്, ചിലത് ഡിക്രീസ് ആണ്. ഇൻക്രീസ് ഡിക്രീസ് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ട മാറ്റർ ഉള്ളൂ. അതേപോലെ ലാബിലിറ്റി ആയിട്ട് നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ഈ 2 ഐറ്റംസ് നമ്മൾ സാധാരണഗതിയിൽ 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അതിനുണ്ട്. സാധാരണ ക്വസ്റ്റ്യൻസിൽ തന്നെ നമ്മളോട് ഈ 2 ഐറ്റംസും കറന്റ് ലാബിലിറ്റി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാം എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മറ്റൊന്നും അഡീഷണൽ ഇൻഫർമേഷനിൽ ഒന്നും പറയാതെ സൈലന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 2 സാഹചര്യം ആണെങ്കിലും നമ്മൾ ഇതിനെ കറന്റ് ലാബിലിറ്റി ആയിട്ട് എടുത്താൽ മതി. അഥവാ ഒന്നുകിൽ ചോദ്യത്തിൽ ഇത് കറന്റ് ലാബിലിറ്റി ആയിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് അതിനെ കറന്റ് ലാബിലിറ്റി ആയിട്ട് എടുക്കാം. അതല്ല എങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷനും പ്രൊപ്പോസൽ ഡിവിഡൻഡും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കുക. ആ രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. അതായത് ഈ 2 ഐറ്റവുമായി ബന്ധപ്പെട്ട് നമ്മളോട് 2 അഡീഷണൽ ഇൻഫർമേഷൻ ആണ് മാക്സിമം തരാറുള്ളത്. ഒന്നുകിൽ ഈ 2 ഐറ്റത്തിനും പുതിയതായിട്ട് നമ്മൾ എത്രയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത് എന്ന് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തരും. അഥവാ പ്രൊവിഷൻ ക്രിയേറ്റഡ് ഫോർ ടാക്സേഷൻ, ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റഡ് ഫോർ ടാക്സേഷൻ, എന്നിട്ട് ഒരു എമൗണ്ട് നമ്മളോട് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തരും. ഈ ചോദ്യത്തിൽ നമ്മളോട് പ്രൊവിഷൻ ക്രിയേറ്റഡ് ഫോർ ഡിവിഡൻഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്നുള്ളതിന്റെ പ്രൊവിഷനോ അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്നുള്ളതിന്റെ പ്രൊവിഷനോ 2 ചിലപ്പോൾ നമുക്ക് തരും. ഇത് 2 തമ്മിൽ ബന്ധമല്ല, പക്ഷെ 2 ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പ്രൊവിഷൻ ഫോർ ടാക്സേഷന്റെ ഫിഗർ തന്നിട്ട് അടിയില് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് കൂടി തന്നാൽ 2 വർഷത്തെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് പുറമെ അഡീഷണൽ ഇൻഫർമേഷനിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി തന്നാൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള അക്കൗണ്ട് ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ചോദ്യത്തിലൂടെ ഇവിടെ നമ്മൾ പ്രൊപ്പോസൽ ഡിവിഡൻഡ് എന്നുള്ള അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്നുള്ള അക്കൗണ്ടും ഉണ്ടാക്കുക. അപ്പോൾ ഈ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസൽ ഡിവിഡൻഡ് എന്നുള്ളതിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് തരാറുള്ളത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ
പ്രൊവിഷൻ ക്രിയേറ്റഡ്, പുതിയ പ്രൊവിഷൻ ക്രിയേറ്റഡ് എത്രയാണ് എന്നായിരിക്കാം. അപ്പൊ ഈ ചോദ്യത്തിൽ ഞാൻ അത് എങ്ങനെയാണ് ആൻസർ ചെയ്യണം നിങ്ങൾ നോക്കിയാൽ, അങ്ങനെ തന്നാൽ എന്താണ് ഇത് രണ്ടും ചെയ്യുക എന്നുള്ളത് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് അഡീഷണൽ ഇൻഫോർമേഷൻ നമുക്ക് തരാൻ സാധ്യതയുള്ളത് ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്നിട്ടൊരു എമൗണ്ട് തരും. ഈ ചോദ്യത്തിൽ അങ്ങനെ ടാക്സുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് ഇതിന് ഈ പ്രോബ്ലത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ട് തരത്തിലാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷനും പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡും നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ തരിക. ഒന്നുകൂടി ഞാനത് പറയാം. അഡീഷണൽ ഇൻഫോർമേഷനിൽ ഒന്നുകിൽ ഈ രണ്ട് ഐറ്റത്തിന്റെയും പ്രൊവിഷൻ എത്രയാണ് ക്രിയേറ്റ് ചെയ്തത്, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ എത്രയാണ് എന്ന് തരും. അല്ലെങ്കിൽ ഈ രണ്ട് ഐറ്റത്തിന്റെയും പേയ്മെന്റ് എത്രയാണ് ഈ പീരീഡിൽ എന്ന് പറയും. അഥവാ ടാക്സ് പെയ്ഡ് എത്രയാണെന്നോ അല്ലെങ്കിൽ ഡിവിഡൻഡ് പെയ്ഡ് എത്രയാണെന്നോ പറയും. ഈ രണ്ട് കാര്യം പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടും പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലുള്ള ഫിഗേഴ്സ് നമ്മൾ കണ്ടെത്തുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതില്ല, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ആണ് ഉണ്ടാക്കേണ്ടത്. കാരണം പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡുമായി ബന്ധപ്പെട്ടിട്ടാണ് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. പ്രൊവിഷൻ ഫോർ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സേഷനിലുള്ള ഇൻക്രീസ് എത്രയാണെന്ന് നോക്കുക. ആ എമൗണ്ട് നമ്മൾ ന്യൂ പ്രൊവിഷൻ ആയിട്ട് അഥവാ പ്രൊവിഷൻ ക്രിയേറ്റഡ് ആയിട്ട് കണക്കാക്കിയിട്ട് ആ എമൗണ്ട് ആണ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോ ഈ രണ്ട് ഫിഗറും കറന്റ് ലാബിലിറ്റി ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ ഈ രണ്ട് ഫിഗറിലുമുള്ള ന്യൂ പ്രൊവിഷൻ അഥവാ പ്രൊവിഷൻ ക്രിയേറ്റഡ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യാം. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ കറന്റ് അസറ്റ്സ്, കറന്റ് ലാബിലിറ്റീസ് അത് രണ്ടും ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് എടുക്കേണ്ട ഫിഗേഴ്സ് ആണെന്നും അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിന്റെ പ്രിപ്പറേഷനിൽ പറയാം. ഈ രണ്ട് സെപ്പറേറ്റ് ഐറ്റംസ് പ്രൊവിഷൻ ഫോർ ടാക്സേഷനും പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡും ഓരോ സന്ദർഭത്തിലും എങ്ങനെ എടുക്കണം എന്നുള്ളതിന്റെ ഒരു മിനിമം ഡിസ്കഷൻ മാത്രമേ ഇപ്പൊ നടത്തിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറയാം. ഈ ചോദ്യത്തിൽ ഇതിനെ എങ്ങനെ എടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണെന്നുള്ള ഇപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യാം. ഇനി ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലുള്ള ഐറ്റംസിനെ നമുക്ക് ബാക്കിയുള്ളതിനൊന്ന് പരിചയപ്പെടാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഓരോ ഐറ്റം നമ്മൾ തരുമ്പോൾ തന്നെ അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. അതിന്റെ അർത്ഥം പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ്. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. എന്നാൽ ഷെയർ ക്യാപിറ്റലിലുള്ള ഇൻക്രീസ് സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ അത് കൃത്യമായിട്ട് കാണിക്കും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇൻക്രീസ് ആണ്. അതും ഈ പറഞ്ഞ പോലെ സോഴ്സ് ഓഫ് ഫണ്ടിൽ കാണിക്കും. ഇൻക്രീസ് ഇൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നോ അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഡിബഞ്ചേഴ്സിന്റെ ഫിഗർ ഡിക്രീസ് ആണ്. അത് യൂസ് ഓഫ് ഫണ്ട് ആണ്. അഥവാ റിഡംഷൻ ഓർ റീപേയ്മെന്റ് ഓഫ് ഡിബഞ്ചർ ആണ് അതിന്റെ മീനിങ്. ആ ഡിക്രീസിന്റെ അർത്ഥം അതാണ്. നമ്മൾ ഡിബഞ്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, 50,000 റീപേ ചെയ്തിട്ടുണ്ട്. 2 lakh ഉണ്ടായിരുന്നത് 1,50,000 ആയതാണ്. അത് നമ്മൾ യൂസ് ഓഫ് ഫണ്ടിൽ കാണിക്കും. ഇനി ഇവിടെയുള്ള രണ്ട് ഐറ്റംസ് ആണ് ഉള്ളത്. ഒന്ന് ജനറൽ റിസർവ്, രണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ പൊതുവായിട്ട് തന്നെ അറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഫിഗറിൽ നിന്നാണ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ ഐറ്റം നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഈ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് പല രീതിയിൽ ക്വസ്റ്റ്യനിൽ തരാറുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങളും ഫർദർ ഡിസ്കഷനിൽ പറയാം. നമുക്കിത് അഡ്ജസ്റ്റ്മെന്റിനകത്ത് അഥവാ അഡീഷണൽ ഇൻഫോർമേഷനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് തരുന്ന രീതിയുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പിന്നീട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ പറയാനേ പറ്റുള്ളൂ. ഡീറ്റെയിൽ ഡിസ്കഷൻ ഇപ്പൊ നടത്തിയാൽ കൺഫ്യൂഷൻ കൂടുന്നുണ്ട്. അതിന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ആദ്യത്തെ ഫിഗർ 80,000, രണ്ടാമത്തെ ഫിഗർ 1,40,000 ആണ്. എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആണ്. ഈ ഇൻക്രീസ് എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അഥവാ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എഴുതുമ്പോൾ ആദ്യം നെറ്റ് പ്രോഫിറ്റ് എന്നാണ് എഴുതുന്നത്. അതിന്റെ കൂടെയാണ് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യുകയും കുറച്ച് ഐറ്റംസ് ലെസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഇൻക്രീസ് എത്രയാണോ അതാണ് നെറ്റ് പ്രോഫിറ്റ്.
ഇവിടെ ഡിക്രീസ് ആണ് ചോദ്യത്തിലുള്ളത് എങ്കിൽ അത് നെറ്റ് ലോസ് ആണ്. ആ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ നമ്മള് ലോസ് എന്ന് പറഞ്ഞിട്ട് നെറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മള് എഴുതുന്ന ലെസ് ചെയ്യുന്ന ഫിഗറിന്റെ കൂടെ അത് എഴുതാം. അല്ലെങ്കിൽ ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് ബ്രാക്കറ്റിൽ ലോസ് ഇട്ടിട്ട് മൈനസ് ഫിഗർ ഇട്ടിട്ടും അത് ചെയ്യാം. അത് പ്രോബ്ലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആണ്, അതിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുക. ഇനി ജനറൽ റിസർവ് എന്ന് പറയുന്നതിന്റെ ഫിഗർ ഇൻക്രീസ് ആണ്. ഇവിടെ ഈ ഇൻക്രീസിനെ നമ്മൾ ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ടു റിസർവ് അഥവാ 50,000 ഉള്ളത് 70,000 ആയി, 20,000 ഡിഫറൻസ് ഉണ്ട്, 20,000 ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറയുന്നത്. അഥവാ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഐറ്റംസിൽ പെട്ട ഒരു ഐറ്റമാണ് ട്രാൻസ്ഫർ ടു റിസർവ്. ഇത് ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുന്ന ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുമ്പോൾ ലെസ് ചെയ്യുന്ന ഐറ്റംസിലാണ് ഉൾപ്പെടുത്ത ഡിക്രീസ് ഇൻ ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കാണിക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇൻക്രീസ് ആണ്, അതുകൊണ്ട് ട്രാൻസ്ഫർ ടു റിസർവ് എന്നുള്ള ആഡ് ചെയ്യുന്ന ഫിഗർ ആയിട്ടാണ് എടുക്കുക. ഇതാണ് ലാബിലിറ്റി സൈഡിലുള്ള ഐറ്റംസ്. ഇസ സൈഡിലുള്ള ബാക്കിയുള്ള ഐറ്റംസിലേക്ക് വരാം. കറന്റ് അസറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇതെല്ലാം എടുത്തത് പോയി. ഇനിയുള്ളത് ഗുഡ് വിൽ പ്രിലിമിനറി എക്സ്പെൻസസ്. ഈ രണ്ട് ഐറ്റംസും നമ്മൾ നേരത്തെ ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ ഫോർമാറ്റ് എഴുതിയപ്പോൾ കണ്ടു. രണ്ട് ഐറ്റംസ് ഉണ്ട്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. ഈ രണ്ട് ഐറ്റംസിലും ഡിക്രീസ് ആണ് നോർമൽ ആയിട്ട് എപ്പോഴും ഉണ്ടാവുക. ഗുഡ് വിൽ മാത്രം ചില സാഹചര്യങ്ങളിൽ ഇൻക്രീസ് ഉണ്ടാവാം. എന്തായാലും ഇപ്പൊ നിങ്ങൾ ഡിക്രീസിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻക്രീസ് ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യാന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇപ്പൊ ഗുഡ് വിൽ ഇവിടെ 60,000 ഉള്ളത് 50,000 ആയി, അത് 10,000 ഡിക്രീസ് ഉണ്ട്. അഥവാ ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത് 10,000 ആണ്. അപ്പൊ ഗുഡ് വിൽ റൈറ്റ് ഓഫ് എന്നുള്ളത് നമ്മള് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഐറ്റമാണ്. പ്രിലിമിനറി എക്സ്പെൻസും ഡിക്രീസ് ആണ്, അതും റൈറ്റ് ഓഫ് ആണ്, അതും നമ്മൾ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പൊ ഈ രണ്ട് ഐറ്റത്തിന്റെയും കാര്യങ്ങൾ തീരുമാനമായി. അതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഡിക്രീസ് ആണ് ഇപ്പോൾ ഉള്ളത്, അത് രണ്ട് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുക. ഇൻക്രീസ് ആണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ് ഒരിക്കലും ഇൻക്രീസ് ഉണ്ടാവില്ല, ഗുഡ് വില്ല് ചില സമയത്ത് ഇൻക്രീസ് ഉണ്ടാവാം. അങ്ങനെയുണ്ടെങ്കിൽ അതിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ലെസ് ചെയ്യുന്ന ഐറ്റംസിന്റെ കൂടെയാണ് എഴുതുക. ഓക്കെ, അതും ക്ലിയർ ആയി. ഇനിയുള്ളത് ഇവിടെ രണ്ട് ഫിക്സഡ് അസറ്റുകൾ ഉണ്ട്, ബിൽഡിംഗ്, മെഷീനറി. ബിൽഡിംഗ്, മെഷീനറി ഏത് ഫിക്സഡ് അസറ്റിനും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അപ്പോ നമ്മുടെ ചോദ്യത്തിലുള്ള എമൗണ്ട് ഇവിടെ ബിൽഡിങ്ങിന്റെ ഫിഗർ നോക്കുക. ഞാൻ എക്സാമ്പിൾ ഇട്ടത് നിങ്ങൾ നോക്കുക. ബിൽഡിങ്ങിന്റെ 2,50,000 ആണ് ആദ്യത്തെ വർഷത്തെ ഫിഗർ, രണ്ടാമത്തെ വർഷത്തെ 2,20,000 ആണ്. നിങ്ങൾ ഉടനെ നോക്കേണ്ടത് ഈ ഫിഗറുമായി ബന്ധപ്പെട്ട് ഫിക്സഡ് അസറ്റിൽ ഏത് ഫിഗറുമായിട്ട് ബന്ധപ്പെട്ടും അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചോദ്യത്തിൽ അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത്, ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പൊ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നമുക്ക് കാണാനുള്ളത് എന്താണെന്ന് നോക്കുക. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉള്ളത് നോക്കുക. ഇപ്പൊ ഡിക്രീസ് ആണ്, 2,20,000 ആയിട്ടുണ്ട് 2,50,000 ഉള്ളത് എന്ന് പറഞ്ഞാൽ 30,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ കണക്കാക്കേണ്ടത് ആ കുറവുള്ള എമൗണ്ട് ഡിപ്രീസിയേഷൻ ആണ് എന്ന് നമ്മൾ ഗസ് ചെയ്യാണ് ചെയ്യാം. എമൗണ്ട് ഫിക്സഡ് അസറ്റിലെ എമൗണ്ട് കുറഞ്ഞാൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ ആ കൺസേൺഡ് ഫിക്സഡ് അസറ്റ് വിറ്റു എന്നാണ് അർത്ഥം. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണെന്നാണ് അർത്ഥം. ഇവിടെ നമുക്ക് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഫിക്സഡ് അസറ്റ് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട കാര്യം വിൽപ്പനയല്ല, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യൽ മാത്രമാണ്. അപ്പൊ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ചാർജ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഡിഫറൻസ് 30,000 ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കിയാൽ അതിന്റെ പ്രശ്നം തീർന്നു. മെഷീനറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഫിഗർ നോക്കി നോക്കുക. 1,50,000, 2,50,000, 1 lakhന്റെ ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അഡീഷണൽ ആയിട്ട് പുതിയ അസറ്റ്, ഫിക്സഡ് അസറ്റ്, മെഷീനറി വാങ്ങിയിട്ടുണ്ട് എന്നാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മെഷീനറിയുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഒന്നും തന്നിട്ടില്ല വെച്ചാൽ, ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ഇല്ല വെച്ചാൽ ഈ 1 lakh നേരെ പർച്ചേസ് ആയിട്ട്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആയിട്ട് യൂസ് ഓഫ് ഫണ്ടിൽ കാണിച്ചാൽ മാത്രം മതി. പക്ഷേ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഈ ഇൻക്രീസ് ഉണ്ടാവുന്നതിന്റെ കൂടെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 30,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതാണ് അഡീഷണൽ ഇൻഫർമേഷൻ മെഷീനറി ബന്ധപ്പെട്ടുള്ള. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. മെഷീനറി അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ കാൽക്കുലേഷനിൽ കാണിക്കാം. ഓക്കെ, അപ്പോ എപ്പോഴാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അഡീഷണൽ ഇൻഫർമേഷൻ ഇത്ര മാത്രമല്ല ഉണ്ടാവുക, വേറെയും ഇൻഫർമേഷൻ ഉണ്ട്. അസറ്റ്, ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യണം. അത് ആ പ്രോബ്ലത്തിന്റെ വീഡിയോസിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതും അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാ വരുന്നത് വെച്ചാൽ അത് വേഗത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അവിടെ ഉള്ളത് ഇൻവെസ്റ്റ്മെന്റ് എന്ന ഐറ്റമാണ്. ഇൻവെസ്റ്റ്മെന്റിന് രണ്ട് സാധ്യതകളേ ഉള്ളൂ, ഇൻക്രീസ്, ഡിക്രീസ്. ഡിപ്രീസിയേഷൻ എന്ന സാധനം അതിനില്ല ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള അസറ്റ്. അപ്പോ അതിൽ ഇൻക്രീസ് ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഡിക്രീസ് ഉണ്ടെങ്കിൽ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് യൂസ് ഓഫ് ഫണ്ട് ആണ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ആണ്, അതിന്റെ അർത്ഥം പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതൊരു യൂസ് ഓഫ് ഫണ്ട് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഇപ്പൊ അസറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോന്നും എങ്ങനെയാണ് വരിക എന്നുള്ളത് പറഞ്ഞു. ചില ഐറ്റംസ് ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ സോഴ്സും യൂസും ആയിട്ട് എടുക്കും. ഈ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ നമ്മളിപ്പോ ഏതൊക്കെയാണ് കണ്ടത്? ക്യാപിറ്റലുകൾ, ഡിബഞ്ചർ, അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലാണ് എടുക്കുക. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഐറ്റം ഡയറക്റ്റ് ആണ് എടുക്കുന്നത്. ബിൽഡിംഗ് എന്നുള്ള ഐറ്റം നമ്മൾ അവിടെ ഡിക്രീസ് ഉള്ള ഡിപ്രീസിയേഷൻ ആണ്, അതുകൊണ്ട് ആ ഡിപ്രീസിയേഷൻ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനിലാണ് എടുക്കുക. അത് ഒരിക്കലും നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുന്നില്ല. അതിലുള്ള ഡിഫറൻസ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ അഡ്ജസ്റ്റ് ആയി പോകും. മെഷീനറിയിൽ നമ്മൾക്ക് അവിടെ പർച്ചേസ് ഉണ്ട്, അതുകൊണ്ട് ആ പർച്ചേസ് നമ്മുടെ യൂസ് ഓഫ് ഫണ്ടിൽ വരും. അക്കൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പറയാം. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ബാലൻസ് ഷീറ്റിലുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അഡീഷണൽ ഇൻഫർമേഷൻ ഇനി ബാക്കി എന്താ ഉള്ളത് കൂടി നോക്കാം. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞു. അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പ്രൊവിഷൻ ക്രിയേറ്റഡോ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഇതൊരു സെപ്പറേറ്റ് ഐറ്റം ആണ്. ഇൻട്രസ്റ്റ്, ഡിവിഡന്റ് റെസീവ്ഡ് ഉണ്ടാവും, അഥവാ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്നാണ് അതിനെ പറയാം. ഈ ഐറ്റംസ് ഇൻട്രസ്റ്റ് ആണെങ്കിലും റെന്റ് ആണെങ്കിലും ഡിവിഡന്റ് ആണെങ്കിലും റെസീവ്ഡ് എന്ന് പറഞ്ഞ അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നാൽ അതൊരു സെപ്പറേറ്റ് ഐറ്റം ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് രണ്ട് തരത്തിൽ നമ്മളെ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ നമുക്ക് ഉപയോഗിക്കണം. ഒന്ന്, ഈ ഐറ്റം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ലെസ് ചെയ്യേണ്ട ഐറ്റത്തിൽ പെട്ടതാണ്. അതിന്റെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, റെന്റ് ഇതൊക്കെ റെസീവ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർമാറ്റിൽ ഡിവിഡന്റ് റെസീവ്ഡ് എന്നായിരിക്കാം ചിലപ്പോ. അതിന് ഏത് റെസീപ്റ്റ് ഉണ്ടെങ്കിലും, ഇൻട്രസ്റ്റ് ആണെങ്കിലും റെന്റ് ആണെങ്കിലും ഡിവിഡന്റ് ആണെങ്കിലും, അതൊക്കെ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ലെസ് ചെയ്യുന്ന ഐറ്റമാണ്. നെറ്റ് പ്രോഫിറ്റ് നിന്ന് ലെസ് ചെയ്യുന്ന ഐറ്റമാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. ഇൻട്രസ്റ്റ് റെസീവ്ഡ് എന്നുള്ള എന്താണ്? ഒരു സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. അത് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ടും കൂടി കാണിക്കേണ്ടത്. അപ്പൊ ഈ ഐറ്റം രണ്ട് സ്ഥലത്ത് നമ്മൾ കാണിക്കാറുണ്ട്. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ കൂടി ചെയ്യും. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ചെയ്യുന്നത്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറന്റ് അസെറ്റ്സ് ആണ് ആദ്യം എടുക്കുന്നത്. അപ്പൊ അതില് ഡെപ്റ്റേഴ്സ് ഉണ്ട്. 25,000 ആണ് ആദ്യത്തെ വർഷത്തെ ഫിഗർ, 25,000. രണ്ടാമത്തെ വർഷത്തെ 20,000 ആണ്. ഇപ്പൊ ഇവിടെ ഡിക്രീസ് ഇൻ കറന്റ് അസറ്റ് ആണ്. അപ്പൊ നമ്മൾ അത് ഡിക്രീസ് എന്നുള്ള കോളത്തിൽ തന്നെ കാണിക്കണം. 5,000 രൂപ ഡിക്രീസ് ഉള്ളത് നമ്മൾ ഡിക്രീസ് എന്നുള്ള കോളത്തിൽ തന്നെ കാണിച്ചു. പിന്നെ കറന്റ് അസറ്റ്സ് ഉള്ളത് ബിൽസ് റെസീവബിൾ ആണ്. ബിൽസ് റെസീവബിൾ ആദ്യത്തെ വർഷം 30,000 രണ്ടാമത്തെ വർഷം 70,000 ആണ്. ഇൻക്രീസ് ആണ്. ഇൻക്രീസ് 40,000 ഉണ്ട്. അത് നമ്മൾ ഇൻക്രീസ് എന്നുള്ള കോളത്തിൽ തന്നെ കാണിക്കുന്നു. അതേപോലെ സ്റ്റോക്ക് ആണ് അടുത്ത കറന്റ് അസറ്റ്. ആദ്യത്തെ വർഷം 60,000 ആണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ വർഷം 90,000 ആണ് തന്നിരിക്കുന്നത്. അവിടെയും 30,000 ഇൻക്രീസ് ആണ്. ഇൻക്രീസ് കോളത്തിൽ കാണിക്കാം. ക്യാഷ് ആണ് അടുത്ത ഐറ്റം. ആദ്യത്തെ വർഷം 40,000 ആണ്. രണ്ടാമത്തെ വർഷം 60,000 ആണ്. അതിലുള്ള ഇൻക്രീസ് 20,000 ഉണ്ട്. അത് ഇതേപോലെ കാണിക്കാം. ഇൻക്രീസ് കോളത്തിൽ തന്നെ കാണിക്കാം. ഇത്രയാണ് കറന്റ് അസറ്റുകൾ ഉണ്ടായിരുന്നത്. അതെല്ലാം കാണിച്ചു കഴിഞ്ഞു. ഇനി കറന്റ് ലാബിലിറ്റീസ് എന്നുള്ളത് ക്രെഡിറ്റേഴ്സ് ആണ്. ആദ്യത്തെ വർഷം 20,000 രണ്ടാമത്തെ വർഷം 30,000 ആണ്. ഇൻക്രീസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കാം.
ലാബിലിറ്റീസ് നമ്മൾ ഇൻക്രീസ് ആണെങ്കിൽ അത് ഡിക്രീസ് കോളത്തിലാണ് കാണിക്കുക. അപ്പൊ നമ്മൾ ആ 10,000 ഇൻക്രീസ് ഉള്ളത് ഡിക്രീസ് കോളത്തിൽ കാണിച്ചു. അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ് രണ്ടാമത്തെ ഐറ്റം. ലാബിലിറ്റീസിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലാബിലിറ്റി സൈഡിലുള്ളതാണ്. ആദ്യത്തെ വർഷം 10,000 രണ്ടാമത്തെ വർഷം 1,000 ആണ് തന്നിരിക്കുന്നത്. ഡിക്രീസ് ആണ്. അപ്പൊ അത് ഇൻക്രീസ് കോളത്തിലാണ് കാണിക്കേണ്ടത്. ഡിക്രീസ് ഉള്ളത് ഇത്രയാണ് നമുക്ക് കറണ്ട് അസറ്റ് കറണ്ട് ലാബിലിറ്റീസ് ഉള്ളത്. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എഴുതി കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് 2 കോളം മാത്രം നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുക. ഇത് സാധാരണ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് കോളം മാത്രം ബാലൻസ് ചെയ്താൽ മതി. ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ രണ്ടിന്റെയും ടോട്ടൽ നോക്കുക. ഈ കോളത്തിൽ 95,000 ഉണ്ട് ടോട്ടൽ. 40, 30, 20 ആൻഡ് 5,000. 95,000 ഉണ്ട്. ഇവിടെ 15,000 ഉണ്ട്. 15,000. അപ്പൊ ഇവിടെ ഹയസ്റ്റ് എമൗണ്ട് ആണ് നമ്മൾ ടോട്ടൽ കോളത്തിൽ എഴുതുക. ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം 2 കോളത്തിലും ഹയസ്റ്റ് എമൗണ്ട് ആയിട്ടുള്ള 95,000 എഴുതാം. കുറവുള്ളത് ഇവിടെ 95,000 ഉണ്ട്. ഇവിടെ 95,000 80,000 കുറവുണ്ട്. അതാണ് ബാലൻസ്. ആ 80,000 നേരെ നമ്മൾ ഇത് ഡിക്രീസ് കോളത്തിലാണ് നമുക്ക് ഈ ബാലൻസ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈ ഫിഗറിന്റെ ബാലൻസ് ആണ്. ഇവിടെ 95,000 ഇവിടെ 15,000 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബാലൻസ് ഏതിന്റെ ബാലൻസ് ആണ്? ഇൻക്രീസിന്റെ ആണ്. അതുകൊണ്ട് നമ്മൾ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് അതിന് നമ്മൾ പറയാം. നല്ലോണം മനസ്സിലാക്കുക. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ യൂസ് ഓഫ് ഫണ്ട് ആയിട്ടാണ് നമ്മൾ കാണിക്കുക. ഇത് യൂസ് ഓഫ് ഫണ്ട് ആയിട്ട് കാണിക്കാനുള്ള ഫിഗർ ആണ് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സോഴ്സ് ഓഫ് ഫണ്ട് നെറ്റ് ഡിക്രീസ് ആയിരുന്നുവെങ്കിൽ അഥവാ ഈ കോളത്തിലെ എമൗണ്ട് കൂടുതലും ഇവിടെ എമൗണ്ട് കുറവായിരുന്നെങ്കിൽ നമുക്ക് ബാലൻസ് ഇവിടെയാണ് കിട്ടുക. ആ ബാലൻസ് നമ്മൾ നെറ്റ് ഡിക്രീസ് എന്നാണ് പറയാ. നെറ്റ് ഡിക്രീസ് ഒരു സോഴ്സ് ഓഫ് ഫണ്ടാണ്. അത് കൺഫ്യൂഷൻ ആവാറുണ്ട് പല കുട്ടികൾക്കും. അതുകൊണ്ട് പ്രത്യേകം പറയാണ്, നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ഓഫ് ഫണ്ടാണ്. ഓക്കെ, ഇതാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുന്നതിന്റെ മുന്നായിട്ട് സാധാരണ നമുക്ക് വർക്കിംഗ് നോട്ടായിട്ട് ചെയ്യേണ്ടി വരുന്ന, നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട്. ഈ 2 അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ ഡിവിഡന്റുമായി ബന്ധപ്പെട്ട് മാത്രമേ അഡീഷണൽ ഇൻഫർമേഷൻ ഉള്ളൂ. അതുകൊണ്ട് പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് അക്കൗണ്ട് ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടും ഈ 2 അക്കൗണ്ടും ഒരേപോലെയാണ്. ഹെഡിങ് ഇവിടെ മാറ്റിയാൽ നമുക്ക് ഇതേ മോഡലിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് അക്കൗണ്ട് ആണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ആദ്യം ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. അത് ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് എന്ന് പറഞ്ഞ് 12,000, 10,000. ഈ ഫിഗർ ഓപ്പണിംഗ് ഫിഗറും ഈ ഫിഗർ ക്ലോസിംഗ് ഫിഗറുമാണ്. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് 12,000, ക്ലോസിംഗ് ബാലൻസ് 10,000. ഇതാണ് നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് എഴുതാൻ പോകുന്നത്. ഓപ്പണിംഗ് ബാലൻസ് 12,000 ഈ സൈഡിൽ എഴുതാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് 2 അക്കൗണ്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കേണ്ടി വരിക. ഒന്ന് പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട്. അതേപോലെ അസറ്റ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. നമ്മളിപ്പോ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടിന്റെയും ബാലൻസ് എഴുതുന്നത് ശ്രദ്ധിക്കണം. പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് അക്കൗണ്ട് ഒരു ലാബിലിറ്റി അക്കൗണ്ട് ആണ്. അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കുറച്ച് താഴെ ആയിട്ട് എഴുതണം. കാരണം ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഇവിടെ മേലെ ഐറ്റംസ് വേറെ വരാനുണ്ടാവും. ലാസ്റ്റ് ആണല്ലോ ക്ലോസിംഗ് ബാലൻസ് എഴുതുക. അപ്പൊ ടു ബാലൻസ് ക്യാരിഡ് ഓൺ ഇവിടെ എഴുതാം. അത് 10,000 ആണ് ചോദ്യത്തിൽ തന്നത്. എന്നിട്ട് ഈ 2 ഫിഗേഴ്സ് ആണ് നമ്മൾ ഇതിൽ ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതില് എത്രയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് നോക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനില് അഡീഷണൽ ഇൻഫർമേഷനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പ്രൊവിഷൻ ക്രിയേറ്റഡ് ഫോർ ഡിവിഡന്റ് 8,000 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഫിഗർ പ്രൊവിഷൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ ഫിഗർ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. നല്ലോണം ശ്രദ്ധിക്കണം. ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ പ്രൊവിഷൻ നമ്മൾ ബൈ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ
ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക 8,000. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയാം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ചോദ്യത്തിൽ എന്നല്ല, ഏത് ചോദ്യത്തിലാണെങ്കിലും പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട് മാക്സിമം നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ആ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക, ക്ലോസിംഗ് ബാലൻസ് എഴുതുക, എന്നിട്ട് തന്നിരിക്കുന്നത് പ്രൊവിഷൻ ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, എന്നിട്ട് ബാലൻസ് ചെയ്യുക. ഇവിടെ 20,000 ടോട്ടല്, രണ്ട് സൈഡിലും 20,000 എഴുതുക. എന്നിട്ട് ബാലൻസ് മുകൾ ഭാഗത്തായിട്ട് എഴുതുക. ബാലൻസ് ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്, അതിന്റെ മുകളിൽ എഴുതുക. 10,000 ആണ് നമുക്ക് എന്ത് കിട്ടുക, ബാലൻസ് കിട്ടുക. ആ ബാലൻസ് നേരെ നമ്മൾ ടു ക്യാഷ് എന്ന് എഴുതുക. ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഡിവിഡൻഡ് പെയ്ഡ് ആണ്. ഡിവിഡൻഡ് പെയ്ഡ് ആണ് നമുക്ക് കിട്ടുന്ന 10,000. നല്ലോണം ശ്രദ്ധിക്കാം. ഈ ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ഓഫ് ഫണ്ട് ആയിട്ട് കാണിക്കണം. ഡിവിഡൻഡ് പെയ്ഡ് എന്ന് വേണ്ടി 10,000 നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഈ പ്രൊവിഷൻ എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ഏതിന്റെ കൂടെ, നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യണം. ഇതിന്റെ കൂടെ തന്നെ ഞാൻ കാര്യം കൂടി പറയാം. ഇതേ ചോദ്യത്തില് നമ്മുടെ ഈ പ്രൊവിഷൻ ക്രിയേറ്റഡ് എന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് തരുന്നതിന് പകരം ഡിവിഡൻഡ് പെയ്ഡ് ഇത്രയാണ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക അഡ്ജസ്റ്റ്മെന്റിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത അതേപോലെ തന്നെ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എഴുതും, ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എഴുതും, എന്നിട്ട് ആ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞ എമൗണ്ട് ടു ക്യാഷ് എന്ന് വേണ്ടി ഇവിടെ എഴുതും, എന്നിട്ട് ബാലൻസ് ചെയ്യും. അപ്പൊ ബാലൻസ് നമുക്ക് ഇവിടെയാണ് കിട്ടുക. ആ കിട്ടുന്ന ഫിഗറിനെ നമ്മൾ പ്രൊവിഷൻ എന്ന പേരും കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തില് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലാണ് ചോദ്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് തരിക. ഒന്നുകിൽ പ്രൊവിഷൻ ക്രിയേറ്റഡ് ഇത്രയാണെന്ന് തരും, അല്ലെങ്കിൽ ഡിവിഡൻഡ് പെയ്ഡ് ഇത്രയാണെന്ന് തരും. ഇതിൽ ഏതാണ് തരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിൽ നമുക്ക് ഫിഗറുകൾ കിട്ടുക. പ്രൊവിഷൻ തന്നാല് ഡിവിഡൻഡ് പെയ്ഡ് കിട്ടും, ഡിവിഡൻഡ് പെയ്ഡ് തന്നാല് പ്രൊവിഷൻ കിട്ടും. ഓക്കെ, ഈ രണ്ടായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. പ്രൊവിഷൻ നമ്മൾ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം, ഡിവിഡൻഡ് പെയ്ഡ് എന്നുള്ളത് നമ്മൾ യൂസ് ഓഫ് ഫണ്ടിൽ കാണിക്കുകയും ചെയ്യണം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം പറയാം. പ്രൊവിഷൻ ഫോർ ടാക്സേഷനുമായി ബന്ധപ്പെട്ടും ഇതേപോലെ തന്നെയാണ് ഡാറ്റ തരിക. അപ്പൊ നമ്മൾ അക്കൗണ്ട് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടിന്റെ പേര് എഴുതും, ഇതേപോലെ ഓപ്പണിംഗ് ബാലൻസ് എഴുതും, ക്ലോസിംഗ് ബാലൻസ് എഴുതും. പ്രൊവിഷൻ ക്രിയേറ്റഡ് എത്രയാണോ ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതും. അപ്പൊ നമുക്ക് ടാക്സ് പെയ്ഡ് കിട്ടും. ഇത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ആണ്, അതുകൊണ്ട് ഇത് ഡിവിഡൻഡ് പെയ്ഡ് ആണ് കിട്ടിയത്. ടാക്സ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ ടാക്സ് പെയ്ഡ് കിട്ടും. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞതാണ്, ഈ രണ്ട് അക്കൗണ്ടും നമുക്ക് ഉണ്ടാക്കേണ്ടി വരാം. ഈ ചോദ്യത്തിൽ നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാതിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ടാക്സേഷന്റെ ഡിഫറൻസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്ന പോലെ മെഷീനറി അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് പറയാൻ പോകുന്നത്. മെഷീനറി അക്കൗണ്ട് നമ്മൾ തൊട്ട് മുന്നേ അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞു, അസറ്റ് അക്കൗണ്ട് ആണ്. എപ്പോഴാണ് ഈ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരിക എന്നുള്ള നമ്മൾ അതിന്റെ ഡിസ്കഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡീഷണൽ ഇൻഫർമേഷനിൽ എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ ഈ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരുന്നുള്ളൂ. ഈ ചോദ്യത്തിൽ നമുക്ക് ഡിപ്രീസിയേഷൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ മെഷീനറി അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതണം. മെഷീനറി അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് 1,50,000 ആണ്, ക്ലോസിംഗ് ബാലൻസ് 2,50,000 ആണ്. ബാലൻസ് ഷീറ്റിൽ നിന്ന് ആ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്, കാരണം ഇത് അസറ്റ് അക്കൗണ്ട് ആണ്. അപ്പൊ ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 1,50,000 എഴുതുന്നു. ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കുറച്ച് താഴെയായിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2,50,000 എഴുതുന്നു. ഇപ്പൊ നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതില് അഡീഷണൽ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനും ഡിപ്രീസിയേഷൻ മാത്രമാണ്. വേറെ നമ്മളോട് സെയിലോ പർച്ചേസോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ക്വസ്റ്റ്യനില് ഈ അസറ്റുമായി ബന്ധപ്പെട്ട്, ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ സെയിലോ പർച്ചേസോ ഉണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തരാറുണ്ട്. അത് നമുക്ക് ഫർദർ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ പറയുന്നേ ഇല്ല. ഈ ചോദ്യത്തിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ആണുള്ളത്. ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക ഈ അക്കൗണ്ടിന്റെ, ബൈ ഡിപ്രീസിയേഷൻ. ഇതൊന്നും മറക്കരുത്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഡിപ്രീസിയേഷൻ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. 30,000 ആണ് ഡിപ്രീസിയേഷൻ നമ്മുടെ ചോദ്യത്തിൽ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. അത് കാണിച്ചു കഴിഞ്ഞ്
നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്താൽ എവിടെയാണോ നമുക്ക് ബാലൻസ് കിട്ടുന്നത് നോക്കുക. ഇപ്പൊ ഇവിടെ 1,50,000 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 2,80,000 ഉണ്ട്. അപ്പൊ നമ്മൾ ടോട്ടൽ കോളത്തിൽ 2,80,000 ഹയസ്റ്റ് എമൗണ്ട് എടുക്കുക, 2,80,000 എടുക്കുക. എന്നിട്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്താൽ ഇവിടെ ബാലൻസ് നമുക്ക് കിട്ടും 1,30,000 ബാലൻസ് കിട്ടും. ഈ 1,30,000 ഈ സൈഡിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ മെഷീനറി പുതിയതായിട്ട് പർച്ചേസ് ചെയ്തു എന്നാണ് അർത്ഥം. ഈ സൈഡിൽ ബാലൻസ് കിട്ടിയാല് അത് പർച്ചേസ് ചെയ്തതിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. 1,50,000 ആണ് ആദ്യത്തെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അത് 2,50,000 ആയി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പർച്ചേസ് നടന്നിട്ടുണ്ട് എന്ന്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിനെ ഓർത്തു വെക്കാം. എന്തായാലും 1,30,000 പർച്ചേസ് നടന്നിട്ടുണ്ട്. ഈ ഫിഗർ നമ്മൾ യൂസ് ഓഫ് ഫണ്ടിൽ കാണിക്കേണ്ട ഫിഗറാണ്. ഇതാണ് അസറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അസറ്റ് അക്കൗണ്ടിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ് ചെയ്യാനുള്ളത്. അതിവിടെ ചെയ്യുന്നത് നോക്കി നോക്കാം. നേരത്തെ നമ്മൾ അതിന്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ എഴുതുക. നെറ്റ് പ്രോഫിറ്റ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് നോക്കിയിട്ട് അതിന്റെ ഡിഫറൻസ് ഇൻക്രീസ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 60,000 ഇൻക്രീസ് ഉണ്ട്, അതാണ് നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആദ്യം എഴുതുന്നു, 60,000 നെറ്റ് പ്രോഫിറ്റ് എഴുതുന്നു. ഇതിന്റെ കൂടെ സം ഐറ്റംസ് ആർ ടു ബി ആഡഡ്. ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഒന്ന് ഡിപ്രീസിയേഷൻസ് ആണ്. ഇവിടെ 2 ഡിപ്രീസിയേഷൻ ഉണ്ട് ഈ ചോദ്യത്തില് നമ്മൾ കണ്ടു. ഒന്ന് ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ ഉണ്ട്, ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് 30,000 ആണ് ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഷീറ്റിനകത്ത് ബിൽഡിംഗ് 2,50,000 ഉണ്ടായിരുന്നത് 2,20,000 ആയിട്ട് ഡിക്രീസ് ആയിട്ടുണ്ട്. അതിന്റെ ആ ഡിഫറൻസിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നമ്മളിപ്പോ ചെയ്തിട്ടുണ്ടായിരുന്നു. മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ 30,000 തന്നെ ആയിരുന്നു. അത് നമ്മൾ എഴുതിയത് അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് തന്നതായിരുന്നു. അതേപോലെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ഇത് ആഡ് ചെയ്യുന്ന ഐറ്റം ആണ്. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 10,000 ഉണ്ടായിരുന്നു. ഗുഡ് വില്ലിന്റെ ഫിഗർ ആദ്യം 60,000 പിന്നീട് 50,000 ആണ് ഉണ്ടായിരുന്നത്. ആ ഡിഫറൻസ് ആണ് നമ്മൾ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് കണ്ടത്. പ്രിലിമിനറി എക്സ്പെൻസിൽ 15,000 ഉള്ളത് 10,000 ആയി, അതും റിട്ടേൺ ഓഫ് ആണ്. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് അത് 5,000 ആണ്, അതും ഇവിടെ എഴുതി. പിന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ ടു റിസർവ്. 20,000 ആണ് അതുണ്ടായിരുന്നത്. ട്രാൻസ്ഫർ ടു റിസർവ് ചോദ്യത്തിൽ നമുക്ക് തന്നതായിരുന്നു. ജനറൽ റിസർവിന്റെ ഡിഫറൻസിലുള്ള ഇൻക്രീസ് ആണ്. അതേപോലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പ്രൊവിഷൻ ഫോർ ടാക്സേഷനും അതേപോലെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡും അതിൽ രണ്ടിലുള്ള പ്രൊവിഷനുകൾ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിലും പ്രൊവിഷൻ ഫോർ ടാക്സേഷനിലുള്ള പ്രൊവിഷനുകൾ, അതിൽ ടാക്സിന്റെ പ്രൊവിഷൻ 7,000 ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് 7,000 ആണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 8,000. ഈ രണ്ടും നമുക്ക് നേരത്തെ പ്രൊവിഷൻ ഫോർ ടാക്സ് ഡയറക്റ്റ് നമ്മൾ എടുത്താണ് 15,000 ഉള്ളത്, 8,000 ഉള്ളത് 15,000 ആയി. അങ്ങനെ 7,000 ഡിഫറൻസ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ തന്നതായിരുന്നു പ്രൊവിഷൻ, അത് നമ്മളിവിടെ എഴുതി. ഇത്രയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ട ഫിഗറുകൾ ഉള്ളത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,70,000 ആണ് കിട്ടുന്നത്. 1,70,000. ഇതിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് റെസീവ്ഡ്. ചോദ്യത്തിലുള്ള ഒരു ഫിഗറാണ്, അഡീഷണൽ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത് 5,000. അത് മൈനസ് ചെയ്യുക. അത് മാത്രമേ മൈനസ് ചെയ്യാനുള്ളൂ ഈ ചോദ്യത്തിൽ. നമ്മൾ അതിന്റെ ഫോർമാറ്റിൽ കുറെ ഐറ്റംസ് കൊണ്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അതേപോലെ ഗുഡ് വില്ലിലുള്ള ഇൻക്രീസ്, റിസർവിലുള്ള ഇൻക്രീസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അതൊന്നുമില്ല. ആകെ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ലെസ് ചെയ്തു. ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,65,000 ആണ്. ഇതിനെ നമ്മൾ ഫണ്ട് ഫ്രം
ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ലോസ് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും. അപ്പൊ അത് യൂസ് ഓഫ് ഫണ്ട് ആവും. ഇത് സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഇപ്പൊ നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ടിലേക്ക് ഏതെല്ലാം ഫിഗറുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. സോഴ്സ് ഓഫ് ഫണ്ടിലേക്ക് നമുക്ക് ആദ്യം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇപ്പൊ കിട്ടി. അതേപോലെ പർച്ചേസ് ഓഫ് മെഷീനറി ഉണ്ടായിരുന്നു. അതേപോലെ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് ഫൈനൽ ആയിട്ട് ഇനി നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കൂടി പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആയി. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇനി നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ സോഴ്സസ് അതേപോലെ യൂസേഴ്സ് ഇങ്ങനെ രണ്ട് ഹെഡുകളാണുള്ളത്. ഈ ചോദ്യത്തിൽ സോഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ഐറ്റം ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ട ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ എമൗണ്ട് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയതാണ് 1,65,000 നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു 1,65,000. അതേപോലെ ഇതില് സോഴ്സ് ഓഫ് ഫണ്ടിലുള്ള ആദ്യം നമ്മൾ പറഞ്ഞ സാധനമായിരുന്നു ഷെയർ ക്യാപിറ്റൽ രണ്ടെണ്ണമുള്ള ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ ഇൻക്രീസ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നമുക്ക് ഇൻക്രീസ് ഉണ്ടായിരുന്നു. 1 lakh ഇൻക്രീസ് ആണ് ഉണ്ടായിരുന്നത്. അതേപോലെ ഇൻക്രീസ് ഇതിന്റെ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നാണ് പറയാ. ഇപ്പൊ വേഗം മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഇൻക്രീസ് ഇൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അത് 50,000 ആണ് ഇൻക്രീസ് ഉണ്ടായിരുന്നത്. ഈ 3 ഐറ്റം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ കൂടി സോഴ്സ് ഓഫ് ഫണ്ടിലുള്ളത് ഇപ്പൊ ലാസ്റ്റ് നമ്മളൊരു ഇൻട്രസ്റ്റ് റെസീവ്ഡ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 5,000. ഇത്രയാണ് നമുക്ക് സോഴ്സസ് ഓഫ് ഫണ്ടിൽ ഉൾപ്പെടുത്താനുള്ളത്. നിങ്ങൾ നോക്കി നോക്കാം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഇൻക്രീസ് ഇൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇൻക്രീസ് ഇൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് റെസീവ്ഡ്. ഇത്രയും നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ടിൽ നമ്മൾ എഴുതി. വേറെ സോഴ്സ് ഓഫ് ഫണ്ട് നമുക്ക് ഇല്ല. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് വേറെ സോഴ്സ് ഓഫ് ഫണ്ടിൽ അത് വരുമായിരുന്നു. ഇവിടെ നമുക്ക് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അത് യൂസ് ഓഫ് ഫണ്ടിലാണ് വരിക. അപ്പൊ ആദ്യം തന്നെ അത് എഴുതാം. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ഓഫ് ഫണ്ടിൽ ഞാൻ ആദ്യം തന്നെ അതാണ് എഴുതുന്നത്. ആദ്യം കിട്ടിയ 80,000 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മളിവിടെ എഴുതി ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി ഇതില് നേരത്തെ നമ്മള് ലാബിലിറ്റി സൈഡിൽ കണ്ട റീപേയ്മെന്റ് ഓഫ് ഡിബഞ്ചർ ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഉണ്ടായിരുന്നു. ഒരു 50,000 റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അത് എഴുതി 50,000. അതേപോലെ ഇപ്പൊ നമ്മള് മെഷീനറി പർച്ചേസ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതിയ സാധനം ഉണ്ടായിരുന്നു. പർച്ചേസ് ഓഫ് മെഷീനറി 1,30,000 മെഷീനറിയാണ് നമ്മൾ പർച്ചേസ് ആയിട്ട് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയത്. അതിവിടെ എഴുതി. അതേപോലെ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഇൻക്രീസ് ഉള്ളതാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. അത് 50,000 ആയിരുന്നു. അതും എഴുതി. ദെൻ ലാസ്റ്റ് വൺ ഡിവിഡൻഡ് പേയ്മെന്റ് ഉണ്ടായിരുന്നു. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഇതൊക്കെ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ആണെന്നുള്ളത്. 10,000 ആണ് ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ടായിരുന്നത്. ഡിവിഡൻഡ് പെയ്ഡ് എന്നോ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്നൊക്കെ പറയാം. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഫിഗർ ആയിരിക്കും കിട്ടുക. സോഴ്സസ് ഓഫ് ഫണ്ട് എന്തിന് ഈക്വൽ ആയിരിക്കും? യൂസസ് ഓഫ് ഫണ്ടിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ട് 3,20,000 ആണ്. യൂസസ് ഓഫ് ഫണ്ടും 3,20,000 ആണ് കിട്ടുക നമുക്ക്. ഇത് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രത്യേകത. ടോട്ടൽ സോഴ്സസ് ടോട്ടൽ യൂസസിന് ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ വേറെ രീതിയിലും കാണാറുണ്ട്. ഈ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലാത്ത എല്ലാ ഫിഗറും എഴുതി കഴിഞ്ഞ് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ചേർക്കുമ്പോൾ അത് ടാലി ആവാന്നുള്ള രീതിയിലും പറയാറുണ്ട്. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അങ്ങനെ തന്നെ അത് ചേർക്കുമ്പോൾ സോഴ്സും യൂസും ഈക്വൽ ആകാന്നുള്ള രീതിയിലും പറയാറുണ്ട്. കാരണം നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു വർക്കിംഗ് ക്യാപിറ്റൽ ബേസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് പറയാം. അപ്പൊ അത് ലാസ്റ്റ് എഴുതാന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കുക. സോഴ്സും യൂസും എഴുതി കഴിഞ്ഞാൽ
എമൗണ്ട് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പിൽ നിങ്ങൾ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം. എപ്പോഴാണെങ്കിലും ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. It's caught in the crossfire.